إذا جاء رمضان فتحت أبواب الجنان وغلقت أبواب النيران وصفدت الشياطين. റമളാനിന്റെ പ്രാധാന്യത്തെപ്പറ്റി കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം റമളാന് എത്രത്തോളം നമ്മളിലേക്ക് ആഘാതമുണ്ടാക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ശാരീരികമാവട്ടെ മാനസികമാവട്ടെ വളരെ വലിയ ഉപകാരങ്ങളും വളരെ വലിയ ബെനിഫിറ്റുകളുമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഡീടോക്സിഷൻ മുതൽ മെറ്റാബോളിസം മുതലുള്ള ടോക്സിൻ ആയിട്ടുള്ള ഘടകങ്ങളൊക്കെ നമ്മുടെ നോമ്പിലൂടെ നമ്മൾ നോമ്പ് നോക്കുന്നതിലൂടെ നമുക്ക് നിന്ന് നഷ്ടമാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവഴി നമ്മുടെ സെല്ലുകൾ പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും പുതിയ നല്ല രീതിയിലേക്ക് അത് മാറുകയും നമുക്ക് നമ്മുടെ ഒരു പ്രതിരോധശേഷി ആരോഗ്യത്തെ അത്രത്തോളം നന്നാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം റമളാൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ വെറുതെ കുത്തിരിക്കേണ്ട മാസമല്ല. അതിൽ നിന്ന് നമുക്ക് കുറെ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന എമ്പതി സിമ്പതി മുതലുള്ള എല്ലാവിധ ഗുണങ്ങളും നമ്മുടെ പുറത്തേക്ക് വരുന്നത് കൂടുതലായി നമുക്ക് റമളാനിൽ കാണാൻ സാധിക്കും. ഒഴിഞ്ഞ വയറുകൾ മാത്രമല്ല വളരെ നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമ്മൾ റമളാനിനെ നമ്മൾ വിലവേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ما أجمل هذا المشهد العظيم الذي يدعو إليه ديننا الحنيف الدين الإسلامي. إن ديننا يأمرنا إن أكرمكم عند الله أتقاكم. ما أجمل هذا المشهد الذي يعبر عن القوة لله عز وجل. هذا المشهد الذي يعبر عن سماحة الإسلام. هذا المشهد الذي يعبر عن أخلاق الصالحين الذين اقتدوا بأخلاق سيد المرسلين سيدنا محمد صلى الله عليه وسلم الذي قال الله له في القرآن مادحا وإنك لعلى خلق عظيم. ഈ റമളാനിലൂടെ കിട്ടേണ്ട പാഠങ്ങൾ നമ്മൾ ലഭിച്ചതായിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ അത് വെറും റമളാനിൽ മാത്രം ഒതുക്കേണ്ട ഒന്നല്ല. റമളാനാനന്തരവും നമുക്ക് ജീവിതമുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ലക്ഷ്യങ്ങൾ വേണം. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഗുണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. റമളാൻ കൊണ്ട് ഈ ഒരു മാസത്തിൽ മാത്രം ഉഷാറായി ഈ ഒരു മാസത്തിൽ മാത്രം നമ്മൾ നല്ല രീതിയിൽ ജീവിച്ച് മറ്റുള്ള മാസങ്ങളിൽ വളരെ താന്തോന്നിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാവിധ ഗുണങ്ങളും അവിടെ ചോർന്നു പോരുകയാണ്. ഒരു കാര്യം പഠിച്ചാൽ അത് പുലർത്തേണ്ട ഒരു കടമ നമ്മൾ എന്നും നിലനിർത്തേണ്ടിയിരിക്കുന്നു. في هذا الوقت بإذن الله عز وجل نستعد كي نقوم بإفطارنا جميعا ونسأل الله عز وجل أن يتقبل منا ومنكم صالح العمل وأن يجعلنا وإياكم من عباده الرحمن. കേരളത്തിൽ മാത്രമാണ് ഇത്രത്തോളം നല്ല മതേതരത്വ ബോധമുള്ളത്. മറ്റുള്ള ഫാസിസ്റ്റ് ശക്തികൾക്ക് നമ്മളെ തകർക്കാൻ സാധിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ഈ അന്നം തരുന്ന നാടിന് വേണ്ടി പ്രാർത്ഥിച്ച് മരിച്ചുപോയ നമ്മളിൽ നിന്ന് ദിവംഗതനായി പോയ ബാബൂസിന് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ഈ റമളാൻ മാസം നമുക്ക് എല്ലാവർക്കും അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് എതിരായിരുന്ന നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഈ ഒരു ഭംഗിയെ ഈ ഒരു ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇനിയും നടത്താനും അതുപോലെ തന്നെ ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ ഒരു അവസരം ഇനിയും ഒരുപാട് ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവരും दो बाकी है एक इधर है वो भी लेके जाओ ये भी लेके जाओ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് പൊതുവേദിയിലുള്ള ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഇതുപോലെ ഇനിയും പങ്കെടുക്കുവാനും ഇവിടെ വന്ന് എത്തിച്ചേരാനും അള്ളാഹു തൗഫീഖ് ചെയ്തെന്ന് പ്രാർത്ഥിക്കുവാനും. അസ്സലാമു അലൈക്കും. നമ്മുടെ എല്ലാ ഓർഗനൈസേഷനും വേണ്ടി ഇന്ത്യൻ സോഷ്യൽ കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ സാർ ഒറ്റ മിനിറ്റിൽ ആശംസിക്കും. ഈ
വളരെ നല്ലൊരു റംസാൻ സന്ദേശം ലഭിച്ചത് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും സോഷ്യൽ ഗവൺമെൻറ് പേരിലും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. لا دون بنا شكرنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. സുഹൃത്തുക്കളെ, മുമ്പ് തുറക്കുന്ന സമയമാണ്. തുറക്കുന്ന സമയത്ത് അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. എല്ലാവരും ആമീൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. اللهم اغفر ما قبلنا هذه رياض واصلة ورحمة نازلة وبركة شاملة منا إلى نبي المصطفى محمد صلى الله عليه وسلم وإلى حضرات الله جميع الأنبياء والمرسلين. الحمد لله رب العالمين. وإلى حضرة الله آبائنا وأمهاتنا وإخوتنا وأخواتنا وسائر أقاربنا وأساتذتنا جميع المسلمين والمسلمات. أرحم الراحمين أهل القيم على سيدنا ربنا وإياكم الفاتحة. حبيب رسول الله.